തിരുവനന്തപുരം വഞ്ചിയൂർ പാൽക്കുളങ്ങരയിൽ പട്ടാപ്പകൽ യുവാവിനെ വെട്ടിക്കൊന്നു. ചമ്പക്കട സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ പ്രദീപാണ് ആക്രമണം നടത്തിയത്. മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ സഞ്ചരിച്ച കാർ പുലയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. എബി ജോൺ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരുവനന്തപുരം തലസ്ഥാന നഗരമായിട്ടുള്ള തിരുവനന്തപുരത്ത് പാൽക്കുളങ്ങരയിലാണ് നാടിന് നടുക്കിയിട്ടുള്ള കൊലപാതകമുണ്ടായത്. പട്ടാപ്പകലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രദീപ് എന്ന് പറയുന്ന ആളാണ് വിശാഖ് എന്ന് പറയുന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇവർ തമ്മിൽ നേരത്തെയും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം ഉണ്ടാവുകയും തുടർന്നത് കൊലപാതകത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെയും ഈ കൊല്ലപ്പെട്ട വിശാഖ് അത് പ്രദീപിനെ നേരത്തെ കഴിഞ്ഞ ഡിസംബർ 2-ാം തീയതി നടന്ന ഒരു സംഘർഷത്തിനൊടുവിൽ പ്രദീപിനെ കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ വിശാഖ് ജയിലിൽ പോകുന്ന നിലയുണ്ടായി. അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ മലയൻകീഴുള്ള വീട്ടിലായിരുന്നു വിശാഖ് നേരത്തെ ഇതിന് ശേഷം താമസിച്ചിരുന്നത്. ഇവിടെ ഈ പാൽക്കുളങ്ങരയുള്ള വീട്ടിലേക്ക് പലപ്പോഴും ഭക്ഷണത്തിനായി വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നും സമാനമായ രീതിയിൽ ഭക്ഷണത്തിന് വേണ്ടി വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന നിലയുണ്ടായത്. 2 ദിവസം മുമ്പ് പ്രദീപിൻ്റെ അനിയൻ, അതായത് പ്രതിയായിട്ടുള്ള പ്രദീപിൻ്റെ അനിയൻ ഇവിടെ വാഹനം കൊണ്ടുവച്ചപ്പോൾ ആ വാഹനവും തകർക്കുന്ന ഒരു പ്രവൃത്തി ഇത്തരത്തിൽ ഈ കൊല്ലപ്പെട്ട വിശാഖിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതും ഈ ഒരു കൊലപാതകത്തിന് കാരണമാകുന്ന തരത്തിലേക്ക് ഒരു വൈരാഗ്യമായി തന്നെ ഉയർന്നു വരുന്ന സ്ഥിതിയുണ്ടായി. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ശക്തമായി തന്നെ തുടരുന്ന ഒരു നിലയാണ്. പ്രതികൾ ഇവിടെ നിന്നും ഒരു മാരുതി 800 കാറിലാണ് രക്ഷപ്പെട്ടത്. പ്രദീപിനൊപ്പം, അതായത് ഈ പ്രതിയായിട്ടുള്ള പ്രദീപിനൊപ്പം നിരവധിയായിട്ടുള്ള, അതായത് മൂന്നോ നാലോ പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നിന്നും പോലീസിന് ഈ കാര്യത്തിൽ വ്യക്തമായിരിക്കുന്നത്. പ്രതികളെ വളരെ വേഗം തന്നെ പിടിക്കുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർ, ഈ വാർഡിൻ്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്രകാരമാണ്. ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കാണിത്, അല്ലാതെ ഇപ്പോൾ പാർട്ടിപരമായിട്ടോ അങ്ങനെയായിട്ട് ആ ഒരു ബന്ധമില്ല ഇതിന്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ എപ്പോഴും ഉള്ളത് ഇവർ തമ്മിൽ ബന്ധുക്കളാണ്. എന്തായാലും നാടിന് നടുക്കിയിട്ടുള്ള ഈ ഒരു സംഭവം അത് പലപ്പോഴും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയും സിനിമകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ നിലയ്ക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് നടന്നിട്ടുള്ള ഒരു പരിചയം മാത്രമേ ആളുകൾക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന ഞെട്ടൽ അത് വളരെ വലുതാണ് എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളും പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം എബി ജോൺ തോമസ്, സമൃദ്ധ ന്യൂസ്, തിരുവനന്തപുരം.